കോഴിക്കോട് നിന്നും തട്ടിക്കൊണ്ടുപോയ താമരശ്ശേരി സ്വദേശി ഹർഷാദിനെ വിട്ടയച്ചെങ്കിലും ആശങ്കയുണ്ടെന്ന് കുടുംബം. സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുമെന്ന് ഹർഷാദിന്റെ പിതാവ് അലി 24-നോട് പറഞ്ഞു. ഇനിയും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഭാര്യ ഷഹല പറഞ്ഞു. സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിക്കും. ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന് ഇവിടുന്നൊരു നടപടി ഇവിടുന്ന് കിട്ടണം. സാധാരണ ഒരു വധഭീഷണി പിന്നെ കുടുംബത്തിനായാലും വേറെ ആർക്കാണെങ്കിലും ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവലുണ്ട്. അത് ഇവിടുന്ന് വേണോ അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളെ പരിധിപ്പെട്ട സ്റ്റേഷനാണ് ചേവായൂർ, അവിടെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുള്ള അറിയില്ല. അപ്പം ഏതായാലും അത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് ഇനിയൊന്നും പറ്റരുത്, അത്രയേ ഉള്ളൂ. അതിനെന്ത് സുരക്ഷ ചെയ്യണം. ഭയങ്കര ഒരു പേടിയായിപ്പോയി. ഇത് ഇപ്പോഴും സമാധാനമായില്ല. നെഞ്ചിലൊരു പേടി പിന്നെയുണ്ട്. ഞങ്ങൾക്ക് ഭർത്താവിന് നല്ല സുരക്ഷ വേണം ഇനി മുന്നോട്ട് അങ്ങോട്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് വീട്ടുകാർ അവരുടെ ആശങ്കയായി പറയുന്ന കാര്യങ്ങൾ? വേണു, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച പുലർച്ചെയാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് 2 ദിവസം ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും തിങ്കളാഴ്ച രാത്രിയോടെ വിട്ടയക്കുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആശങ്ക ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അതായത് ഹർഷാദിനെ ഇപ്പോൾ വിട്ടയച്ചെങ്കിലും ഇനിയും അപായപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വലിയൊരു കൊട്ടേഷൻ സംഘമാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത്. കാരാട്ട് സ്വദേശിയായിട്ടുള്ള സൽമാൻ എന്നുള്ള പ്രവാസിയാണ് ഇതിൽ കൊട്ടേഷൻ നൽകിയത്. അത് കാരാട്ട് സ്വദേശിയായിട്ടുള്ള ജാബിറും സംഘവുമാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുകയും ചെയ്തത്. വലിയൊരു സംഘമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇനിയും ക്രൂരമായിട്ടുള്ള പീഡനത്തിനും ഇതുപോലുള്ള സംഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കുടുംബത്തിന് മതിയായ സുരക്ഷ നൽകണം എന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഹർഷാദിനും കുടുംബത്തിനും മതിയായ സുരക്ഷ നൽകണം എന്നുള്ള ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പേരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. പ്രധാന പ്രതികളായിട്ടുള്ള 4 പേർ ഉൾപ്പെടെ 6 പേർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ 4 പേരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് താമരശ്ശേരി ഡിവൈഎസ്പി അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ്പി പി പ്രമോദ് വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം 2 പേർ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. മുഖ്യപ്രതിയായിട്ടുള്ള സൽമാനും അതുപോലെ തന്നെ ഇതിന്റെ സഹായം വിദേശത്തേക്ക് കടന്നു എന്നുള്ള കാര്യമാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. കൂടാതെ ഏതാനും പേർ ഒളിവിൽ കഴിയുന്നുണ്ട്. അവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. വേണു. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്.